നമസ്തേ എവരി വൺ. പ്രധാനമായിട്ടും ലൈഫ് ലൈൻ തന്നെ ഈ സർവീസുകൾ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. നമ്മളോട് കൂടി വേണമെങ്കിലും ചെയ്യാം. കാരണം ലൈഫ് ലൈൻ ഇത് മുക്കാലും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം ബിസിനസ് വളരണമെങ്കിൽ ഈ പുറകെ പറയുന്ന സർവീസസ് എല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഓരോന്നും പറയാം എന്തൊക്കെയാണ്. സ്റ്റാർട്ട് ആൻഡ് ഇ ലേണിംഗ് പ്രോഗ്രാം ഫോർ ലൈഫ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസ് ഒരു 120 എണ്ണത്തോളം ഉണ്ട്. അതിൽ നമ്മൾ ഒരു 40 സോഫ്റ്റ് സ്കിൽസ് എങ്കിലും ഉണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. ലൈഫ് സ്കിൽസും അതുപോലെ തന്നെ കുറേ സ്കില്ലുകൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അതെല്ലാം കൂടെ നമുക്കൊരു ഇ ലേണിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയാലും അത് ടേക്കേഴ്സ് ഒത്തിരി ഉണ്ടാവും. കാരണം ഇത് ഒറ്റ പ്രോഗ്രാമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയാൽ വളരെ നന്നാവും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓഫർ ഓൺലൈൻ കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് ഫോർ ആന്ത്രപ്രന്യേഴ്സ്. നമുക്ക് ഓൺലൈനായിട്ട് കോച്ചിങ്ങും മെൻറ്ററിങ്ങും കൊടുക്കാനായിട്ട് പറ്റിയ. അടുത്തത് ആന്ത്രപ്രന്യേഴ്സിന് വളരെ ആവശ്യമുള്ള ഒരു സർവീസാണ് സ്റ്റാർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI ബേസ്ഡ് പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്. എല്ലാത്തിനും ഇത് രണ്ടിനും റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ, റിസൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം അവരുടെ റവന്യൂ ഷെയർ ചെയ്യേണ്ടത്. അടുത്തത് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പറഞ്ഞതിനൊക്കെ അത്യാവശ്യമുള്ളതാണ്. ഓഫർ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ സർവീസസ് ഫോർ ബിസിനസ്സിന് വേണ്ടി നമുക്ക് ഗ്രാഫിക് സർവീസസ് ഒത്തിരി ആവശ്യമാണ്. ഇനി അതേപോലെ മറ്റൊന്നാണ് വളരെ വളരെ അത്യാവശ്യമുള്ളത്, ഡെവലപ്മെൻറ്റ് ഓൺലൈൻ ലീഗൽ സർവീസസ് ഫോർ ബിസിനസ് ഒരുപാട് നമ്മൾ എഗ്രിമെൻറ്റ് എഴുതുന്നത് മുതൽ ഡ്രാഫ്റ്റിങ് മുതൽ ഒരുപാട് കാര്യങ്ങൾ, നാളെ ഒരിക്കലും കേസുണ്ടാകത്തില്ലാത്ത രീതിയിൽ, എല്ലാ ലിറ്റിഗേഷനിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ, ലീഗൽ കംപ്ലയൻസസ് ചെയ്തെടുക്കുന്ന രീതിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് ലീഗൽ സർവീസ്. ഞാനിതെല്ലാം വിശദമായിട്ട് പുറകെ പറയാം. ഓഫർ ആൻ അസറ്റ് മാനേജ്മെൻറ്റ് ഓർ എസ്റ്റേറ്റ് പ്ലാനിങ് സർവീസസ്. പ്രോപ്പർട്ടികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാനും അവരുടെ കാലശേഷം അവർ ആരിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ടുള്ള സർവീസ്. ലീഗൽ സർവീസസിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ഏരിയയാണ് കീപ്പ് എ ഡിജിറ്റൽ റെക്കോർഡ് കീപ്പിംഗ് സർവീസസ് ഫോർ ആന്ത്രപ്രന്യേഴ്സ്. പലപ്പോഴും പല റെക്കോർഡ്സ് നോക്കുമ്പോഴത്തേക്കും കാണത്തില്ല. അപ്പോൾ 8-10 വർഷത്തേക്കെങ്കിലും നമ്മുടെ റെക്കോർഡ്സ് ഓൺലൈനിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് ഫെസിലിറ്റി ഉണ്ട്. ഫീസ് കൊടുക്കണം, ക്ലൗഡ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാം. മറ്റൊന്നാണ് ഓൺലൈൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ് ആൻഡ് CFO സർവീസസ്. ഈ സർവീസസ് നമുക്ക് കിട്ടിയാലാണ് നമ്മുടെ ബിസിനസ്സിന് ക്വാളിറ്റി വരുത്താനായിട്ട് പറ്റുള്ളൂ. ഒരുപക്ഷെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ആ ഒരു മേഖലയല്ല ഇത്. ഓക്കെ, അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് തെറ്റുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അവരുടെ സർവീസ് ആവശ്യമാണ്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സർവീസസ് വേറെയാണ്. ഓഫർ ഓൺലൈൻ ബുക്ക് കീപ്പിംഗ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും അതിനകത്ത് വരും. അക്കൗണ്ടിങ് സർവീസസ്, CFO സർവീസസ്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ പലതും എടുക്കാനുണ്ട്. നമുക്ക് പല ലൈസൻസസ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കംപ്ലയൻസസ്, അതൊക്കെ വരും. അടുത്തത് ഓഫർ ഓൺലൈൻ ടാക്സ് പ്രിപ്പറേഷൻ ഓർ പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് സർവീസസ്. അതും ഈ പറഞ്ഞതുപോലെ അതിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ സർവീസ് നമ്മൾ എടുക്കേണ്ടതാണ്. അടുത്തത് വളരെ പ്രധാനമായിട്ട് കേരളത്തിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സർവീസ്, മാർക്കറ്റ് റിസർച്ച്. നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ജെനുവിനായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ DPR പ്രിപ്പയർ ചെയ്യണം. ആൻഡ് പിച്ച് ഡെക്ക് ആൻഡ് കൺസൾട്ടിങ് സർവീസ്. ലൈഫ് ലൈനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്ലയൻസ് ഒരുപാട് പേര് ലൈഫ് ലൈനിലുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിലല്ല, ഗ്യാരൻറ്റിയോടുകൂടി നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവരെ നമ്മൾ ഒരു പാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈഫ് ലൈൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പറ്റുന്ന ചില സർവീസൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ തന്നെ ഈ സർവീസസ് വേണം. നല്ല ക്വാളിറ്റിയുള്ള സർവീസസ് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുകയും ചെയ്യാം. അടുത്തത് നമുക്ക് ഓഫർ ഓൺലൈൻ ബിസിനസ് കൺസൾട്ടിങ് ഓർ അഡ്വൈസറി സർവീസസ്. ചില ബിസിനസ് എങ്ങനെ തുടങ്ങാൻ പറ്റുമോ അതുമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ കൺസൾട്ടിങ് എല്ലാം എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ആ സർവീസസ്. അതും
ലൈഫ് ലൈനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പാനലിൽ ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഓഫർ ഓൺലൈൻ സപ്പോർട്ട് സർവീസസ് ഫോർ ബിസിനസ്സിന് ഒരുപാട് സപ്പോർട്ട് സർവീസസ് വേണം. എന്തുകൊണ്ടാണ് സിലിക്കൺ വാലിയിൽ ബിസിനസ് കൂടുന്നത്, ഇല്ലെങ്കിൽ ബാംഗ്ലൂർ കൂടുന്നത്? അവിടെയൊക്കെ ഈ സപ്പോർട്ട് സർവീസസ് ഒത്തിരി കിട്ടുന്നത് കൊണ്ടാണ്. ഇവിടെ സപ്പോർട്ട് സർവീസ് വളരെ കുറവാണ്. അടുത്തത് നെക്സ്റ്റ് ഒരു ഇത് നമുക്ക് ഓഫർ എ ക്രൗഡ് ഫണ്ടഡ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് സർവീസസ് ഓർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം. അതിനും കഴിയുന്ന ആൾക്കാർ. പിന്നെ അതിനകത്ത് നമ്മൾ ലൈഫ് ലൈൻ്റെതായ സ്ട്രിക്റ്റ് കണ്ടീഷൻസൊക്കെ ഉണ്ടാവും, എല്ലാം നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് എ ഗ്രീൻ ടെക്നോളജി സർവീസസ്, ഗ്രീൻ ടെക്നോളജി കൺസൾട്ടൻസി സർവീസ്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അതുപോലെ തന്നെ ഓഫർ എ ഹോം റിനോവേഷൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സർവീസ്, വളരെ അത്യാവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്റ്റാർട്ട് എ ഹോം ഇൻസ്റ്റലേഷൻ, സ്മാർട്ട് ഹോം, പർട്ടിക്കുലർലി സ്മാർട്ട് ഹോം ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് സർവീസസ്. അതുപോലെ മറ്റൊന്നാണ് സ്റ്റാർട്ട് എ മൊബൈൽ ആപ്പ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സർവീസസ്. ഞാനിതിന് ഓരോരുത്തരെ കുറിച്ചും പറയാം. ഞാൻ മുകളിൽ 23 ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഈ പറയുന്ന സർവീസസ് എല്ലാം നിങ്ങൾക്ക് ഇനിയും വേറെ ചില സർവീസസും ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ലൈഫ് ലൈനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എക്സ്പെർട്സിന് ഇഷ്ടംപോലെ ക്ലയൻസിനെ കിട്ടും. ഈ സർവീസ് നല്ല ക്വാളിറ്റി ആയിരിക്കണം, മിതമായ ഫീസ് ആയിരിക്കണം. ചില സർവീസൊക്കെ ലൈഫ് ലൈനിൽ തന്നെ ഉണ്ട്. ആളിൻ്റെ ചിലതിന് ഇപ്പോൾ ഞാനൊക്കെ ഫുള്ളാണ്, നിന്ന് തിരിയാൻ വയ്യാത്തത്ര തിരക്കുണ്ട്. അപ്പം അതേപോലെ ഈ സർവീസിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചാൽ സ്ലോവലി അവരുടെ ഒരു ഏരിയ പ്രൂവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ സർവീസസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒന്നൂടെ തുടങ്ങാം. സ്റ്റാർട്ട് ആൻഡ് ലേണിംഗ് ഫോർ ലൈഫ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. നമുക്ക് അതിനുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം. അപ്പം ഇപ്പോൾ ഓൾറെഡി തന്നെ ലൈഫ് ലൈൻ ഉണ്ട്. പക്ഷേ ഈ മേഖലയിൽ വിദഗ്ധന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോച്ചിങ്ങും ഒക്കെ ആയിട്ട് കൊടുത്ത ആൾക്കാർക്ക് ആ ഒരു സർവീസ് കിട്ടുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ബിഹേവിയറിൽ, ലൈഫിൽ, സോഫ്റ്റ് സ്കിൽസിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയും പ്രൊഫഷണൽസിനെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ സെഗ്മെൻറ്റിൽ കോഴ്സുകൾ കൊടുക്കുക. അക്കാഡമിക് സബ്ജക്റ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഒരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വിത്ത് സീംലെസ് നാവിഗേഷൻ ആൻഡ് ഫങ്ഷണാലിറ്റി, യൂട്ടിലൈസ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ഫോർ സ്റ്റുഡൻസ് അട്രാക്ഷൻ. ആൻഡ് അവിടെ നമുക്ക് നല്ല ട്യൂട്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്ത് എല്ലാം ഈ ഗ്ലോബൽ ഡിസിപ്ലിനിൽ പോകാനായിട്ട് പറ്റും. പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അവിടെ കുറച്ചൊക്കെ കോച്ചിങ് കൂടെ കൊടുക്കണം. പ്ലാൻസ്, ഇൻറ്ററാക്റ്റീവ് മെറ്റീരിയൽസ്, പ്രൊവൈഡ് ട്രാക്കിംഗ് ടൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ആൻഡ് കൊളാബറേറ്റ് വിത്ത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫോർ റവന്യൂ ജനറേഷൻ. ഓഫർ ഡിസ്കൗണ്ടഡ് റേറ്റ് ഫോർ എക്സ്ക്ലൂസീവ് റിസോഴ്സസ്. അതുപോലെ തന്നെ യൂസ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് ഫോർ എൻഗേജ്മെൻറ്റ് ആൻഡ് കൺവേർഷൻ റേറ്റ്സ്. ഓഫർ ഓൺലൈൻ കോച്ചിങ് ആൻഡ് മെൻറ്ററിങ്, രണ്ടാമത്തെ മേഖല. ഓഫർ ഓൺലൈൻ കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് സർവീസസ് ഫോർ എൻട്രപ്രനേഴ്സ്, വളരെ അത്യാവശ്യമാണ്. ഐഡൻറ്റിഫൈ നിഷ് ആൻഡ് ഡോക്യുമെൻറ്റ് ഇൻ ജേർണി ആൻഡ് സ്പെഷ്യലൈസ് ഇൻ കോച്ചിങ്. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ സോളോപ്രന്യൂവേഴ്സ് ഉണ്ട്. അപ്പം അവർക്കൊരു നാവിഗേറ്റിംഗ് വിത്ത് വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ്. അതുപോലെ തന്നെ നമുക്ക് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രി ഈവൻറ്റ്സ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, പാർട്ടിസിപ്പേഷൻ. ആൻഡ് ക്രിയേറ്റ് വാല്യുബിൾ കോണ്ടൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻഡസ്ട്രി ഈവൻറ്റ്സ്. അതുപോലെ തന്നെ ഷെയറിംഗ് case studies and testimonials and showcase past client success and stories and highlight or case studies significant milestone on the website. Developing tired program, ഇപ്പോൾ ആദ്യം ഒരു ലെവൽ, 2 ലെവൽ, 3 ലെവൽ എന്നുള്ള രീതിയിൽ. ആൻഡ് ഫ്ലെക്സിബിൾ ഡെലിവറി ഓപ്ഷൻസ്, പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി അവർക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓഫർ ടൈലേഡ് പ്രോഗ്രാംസ്, ഫ്ലെക്സിബിൾ ഡെലിവറി ഓപ്ഷൻസ് ആൻഡ് ഗ്രൂപ്പ് കോച്ചിങ് or masterminds. ഡെവലപ്പിംഗ് ബോണസ്, ഇല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ഒരു എൻഹാൻസ്ഡ് കോച്ചിങ് പ്രോഗ്രാംസ്, വർക്ക് ബുക്ക്, ടെംപ്ലേറ്റ്സ്,
ആൻഡ് റിസോഴ്സ് ഗൈഡ്. അവിടെ മാർക്കറ്റിംഗ് സർവീസസ് യൂട്ടിലൈസ് മൾട്ടി ചാനൽ അപ്രോച്ച് നമുക്ക് നടത്താം. അതുപോലെ മറ്റൊരു സർവീസാണ് നമുക്ക് സ്റ്റാർട്ട് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ AI ബേസ്ഡ് പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് സർവീസസ്. അവിടെ നമുക്ക് ഫോക്കസിങ് ഓൺ ദ റിസൾട്ട്. അപ്പോൾ ഈ പലരും ചെയ്തു കൊടുക്കാം അതിൻ്റെ ഒരു റിസൾട്ട്. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യുമ്പോൾ ലൈഫ് ലൈനുമായിട്ട് ചേർന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് റവന്യൂ ഷെയറിംഗ് ബേസിലോ റിസൾട്ട് നന്നായിട്ടുണ്ടായാൽ കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ലൈഫ് ലൈനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഇനിയും ഒരുപാട് സാധ്യത നമുക്ക് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റാതെയുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അവിടെ ഉണ്ടാകണം. ഡിഫൈനിങ് ദ നിഷ് മാർക്കറ്റിംഗ്, ഐഡൻറ്റിഫൈങ് സ്പെസിഫിക് ഇൻഡസ്ട്രി demographic segment for and targeted marketing, hiring skilled professionals, recruiting experienced professionals with diverse skill sets, investing in analytics, using tools like Google Analytics, in SEM rush or HubSpot performance or metric tracking or developing transparent communications, maintaining open channel with the clients and focusing on client success, prioritizing measurable results and achieving client objectives, and developing growth strategies and exploring new business growth. അവിടെ പുതിയ ബിസിനസ്സുകളിലേക്ക് പോകാനായിട്ടുള്ള ഈ പറഞ്ഞ ആന്ത്രപ്രനേഴ്സിൻ്റെ പുറകിൽ ഇങ്ങനൊരു സപ്പോർട്ട് സർവീസ് കൊടുക്കുക. ഓപ്പർച്യൂണിറ്റീസ്, investing in client retention, nurturing existing relationships and encouraging loyalty, and identifying high demand industries and tailoring service to industries like healthcare or e-commerce. അപ്പോൾ ഇപ്പം നമുക്ക് ഈ സർവീസ് ഒന്നും കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ആരോടെങ്കിലുമൊക്കെ നമുക്ക് ഉത്തരവാദിത്വം പറയുന്ന രീതിയിൽ. അപ്പം ലൈഫ് ലൈൻ ഇത് ചെയ്യിച്ചു കൊടുക്കുകയാണ്. ലൈഫ് ലൈനിൽ എൻപാനൽ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറ്റുന്നവരാണ്, നിങ്ങൾക്ക് എൻപാനൽ ചെയ്യാം. ജെന്യുവിനായിട്ടുള്ളൊരു ഡിസിഷനോട് കൂടി. കാരണം നമ്മുടെ ആന്ത്രപ്രനേഴ്സിന് ബുദ്ധിമുട്ടില്ലാതെ ഈ ടെക്നിക്കാലിറ്റീസ് ഒന്നും പഠിക്കാതെ ഈസി ആയിട്ടത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് മാത്രമുള്ള പൈസ അവരുടെ. അപ്പം ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഈ വർഷം അടുത്ത വർഷവും 3 വർഷം കഴിഞ്ഞു 5 വർഷം കഴിഞ്ഞൊക്കെ ആ സർവീസ് ഉണ്ടാവും. അതുപോലെ മറ്റൊരു സർവീസ് നമുക്ക് വേണ്ടത് നാലാമതായിട്ട് പറയാനുള്ള ഓഫർ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ സർവീസസ് ഫോർ ബിസിനസ്. അവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും ഗ്രാഫിക് ഡിസൈനേഴ്സ് ചിലപ്പം എക്സ്ക്ലൂസീവായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചോദിക്കുന്നവരെല്ലാം അറിയാമെന്നാണ് പറയുന്നത്, ചെയ്ത് വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പലപ്പോഴും പോർട്ട്ഫോളിയോയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ സ്ട്രാറ്റജീസ് വേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേ ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ പ്ലാറ്റ്ഫോംസ് ഓർ ലൈക്ക് ബഹാൻസ് ഓർ ട്രിബിൾ, അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സിമിലറായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എൻഗേജ് വിത്ത് പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് ഓൺ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ആൻഡ് ലിങ്ക്ഡിൻ ആൻഡ് ഡിസൈൻ ബ്ലോഗ്സ്. അതേപോലെ നമുക്ക് ആവശ്യമുള്ളത് ഷെയർ എക്സ്പെർട്ടൈസ്, ഇൻസൈറ്റ് ആൻഡ് ഡിസൈൻ പ്രോസസ്സസ് ആൻഡ് അഡ്രസ് ഡിസൈൻ ആൻഡ് ചാലഞ്ചസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് ക്ലയൻറ്റ് ടിപ്സ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി തന്നെ എൻപാനൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സർവീസസ് നമുക്ക് വളരെ വിശ്വാസമുള്ള നമ്മുടെ ട്രെയിനീസിന് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. രണ്ട് കൂട്ടിലും അത് ഇതായിരിക്കണം. അതായത് സർവീസ് കൊടുക്കുന്നവരും ആക്യുറേറ്റ് ആയിട്ട് സർവീസ് കൊടുക്കണം, വാങ്ങിക്കുന്ന ആൾക്കാർ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. അവർ തങ്ങളിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, പെട്ടെന്ന് ഒരാളെ കിട്ടി പെട്ടെന്ന് അങ്ങ് മാറുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അടുത്ത ആളെ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാം. അടുത്ത നമുക്ക് SEO ഓപ്റ്റിമൈസേഷൻ, അത് വളരെ അത്യാവശ്യമാണ്. വെബ് ഓപ്റ്റിമൈസേഷൻ, യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ. യൂട്യൂബ് മേഖലയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് വേണ്ടി വരുന്നുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്ക് വരുന്നുണ്ട്. ഗസ്റ്റ് ബ്ലോഗിംഗ് ആൻഡ് ഓപ്റ്റിമൈസ് വെബ്സൈറ്റ് കോണ്ടൻറ്റ് വിത്ത് റെലവൻറ്റ് കീവേഡ്സ്. Collaborate with the industry blogs and website through guest blogging, the connection with the clients via freelance marketplaces and networking clients, and utilize freelance platforms, attend networking events, and specialization in niche design packages,
ആൻഡ് ടൈലർ ഡിസൈൻ സർവീസസ് ടു മീറ്റ് യുണീക്ക് നീഡ്സ്. അതുപോലെ പ്രൊവൈഡ് എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് ആൻഡ് സ്റ്റേയിങ് അപ്ഡേറ്റഡ് വിത്ത് ഡിസൈൻ ട്രെൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമുള്ള ഒരുവിധം പ്രൊഫഷണൽസ് ഇവിടെ എൻപാനൽ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം പോലെ വർക്ക് നമുക്ക് തരാനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതും നിങ്ങൾക്ക് ഏത് ടൂളിലും, ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്റിലോ, അതുപോലെ തന്നെ നമുക്ക് ചില കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തുള്ള ഇൻഡിസൈൻ വെച്ചിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട്. അത് നമ്മളിവിടെ എൻപാനൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കൊടുക്കുകയാണ്. അടുത്ത അഞ്ചാമതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഓൺലൈൻ ലീഗൽ സർവീസസ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലോ ഫേം ആയിട്ട് തന്നെയാണ്. അപ്പം അവിടെ പ്രധാനമായിട്ടും വരുന്നത്, ഇപ്പം നമുക്ക് ഈ ട്രഡീഷണലി കോടതിയിൽ പോയിട്ടുള്ള ലിറ്റിഗേഷൻസ് ഒത്തിരി എടുക്കാൻ പറ്റില്ല. അതിന് നമുക്ക് എല്ലാ സ്ഥലത്തും ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, വിശ്വസിക്കാവുന്ന കറക്റ്റായിട്ട് നടക്കാവുന്ന ആൾക്കാർ. അതുകൂടാതെ വേറെ ഒരുപാട് ലീഗൽ സർവീസസ് ഉണ്ട്. ഒരുപാട് കോൺട്രാക്റ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്യാനും, ഓവർസീസ് ബിസിനസ്സുമായിട്ടുള്ള കോൺട്രാക്റ്റും, ഗവൺമെൻറ് റിലേഷൻഷിപ്പുമായിട്ടുള്ള കോൺട്രാക്റ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള നമുക്ക് ചില പ്രൊപ്പോസൽസ് ഉണ്ടാക്കുക, ഇല്ല ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആയിട്ട്. അതുമല്ലാതെ കണ്ടീഷൻസ് നിശ്ചയിക്കുക, നെഗോസിയേഷൻസ് നടത്തുക ക്ലയൻറ്റുമായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എംഫസൈസ് ഓൺ യൂസർ. അപ്പോൾ അവർക്ക് ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആയിരിക്കണം, ഒരു കോണ്ടൻറ്റ് ആക്സസിബിലിറ്റി, സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ടാകണം, AI പവേർഡ് ആയിട്ടുള്ള ലീഗൽ അസിസ്റ്റൻറ്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കണക്ട് ഡീറ്റെയിൽസ് വിത്ത് ലോയേഴ്സ്. അപ്പോൾ നമുക്കവിടെ പല ലോയേഴ്സുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് നമുക്കൊരു കൊടുക്കാവുന്ന ഒരു ബെസ്റ്റ് സർവീസസ് കൊടുക്കാവുന്ന രീതിയിലായിരിക്കണം. അവിടെ നമുക്ക് ഡെവലപ്പ് അൽഗോരിതംസ് ഫോർ മാച്ചിങ് ക്ലയൻസ് വിത്ത് suitable lawyers, conduct through vetting process and display transparent pricing. അപ്പോൾ നമ്മുടെ ക്ലയൻസിന്, കാരണം ക്ലയൻസ് വന്നിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് പോകുകയല്ല, ക്ലയൻസ് ഇവിടെ വർഷങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പം ലോയേഴ്സിന്, ഒരു ലോയറുടെ കയ്യിൽ ചിലപ്പം എല്ലാ സർവീസസും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ സർവീസ് ഉള്ള ലോയേഴ്സിനെ ആയിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത്. ലോയേഴ്സിൻ്റെ സർവീസ് നമ്മുടെ കമ്പനി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓഫർ സെൽഫ് സർവീസ് ലീഗൽ ഡോക്യുമെൻറ്റ്, ലീഗൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടും, ഫോറംസ്, സബ്സ്ക്രിപ്ഷൻ സ്പേസ് സർവീസസ്, ലൈവ് ചാറ്റ് സപ്പോർട്ട്, ബിൽഡ് ബ്രാൻഡ് അവയർനെസ്. പിന്നെ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, പാർട്ട്ണർഷിപ്പ് സപ്പോർട്ട്, മീഡിയ ഔട്ട്റീച്ച് ആൻഡ് ലൈസൻസ് സപ്പോർട്ട്, സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്, ആൻഡ് അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ഡേറ്റ സെക്യൂരിറ്റി, പ്രൈവസി ആൻഡ് കംപ്ലയൻസസ്, പർട്ടിക്കുലർലി ഇൻഡസ്ട്രിയിലെ സർവീസ് ഓർഗനൈസേഷൻസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലീഗൽ റെഗുലേഷൻസ് പാലിക്കാനായിട്ട് ഇംപ്ലിമെൻറ്റ് ആൻഡ് റോബസ്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുക. എസെൻഷ്യൽ ഫോർ പെർഫോമൻസ് ട്രാക്കിംഗ് ആൻഡ് അനലറ്റിക്സ്. നമ്മളിവിടെ ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കിംഗ് ഉണ്ട് അതിന്. അപ്പോൾ ഈ ലോയർക്ക് ഈ സർവീസ് കൊടുത്താലും ക്ലയൻറ്റ് കൊടുത്താലും രണ്ട് കൂട്ടരെയും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ ട്രാക്ക് ചെയ്യും. അപ്പം ക്വാളിറ്റി സർവീസാണ് കിട്ടുന്നത്, അവർ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പം എക്സ്പീരിയൻസ് ഓപ്റ്റിമൈസേഷൻ. സോ നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത ലീഗൽ ട്രെൻഡ്സും ലീഗൽ ടെക്നോളജിയും അഡ്വാൻസ്മെൻറ്റും ഒക്കെ നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. പുതിയ ലോയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അറിഞ്ഞിരിക്കുക, ചില ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നോർമൽ ലിറ്റിഗേഷൻ ലോയേഴ്സ് അല്ലാത്ത രീതിയിലുള്ള, ഇപ്പോൾ ഡോക്യുമെൻ്റ് വായിക്കുന്നത് ഉൾപ്പെടെ, ആധാരങ്ങൾ ചെയ്യുന്നത് ഉൾപ്പെടെ, അതല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കംപ്ലയൻസസും നമുക്ക് നടത്തുന്നത്. താഴേക്ക് വേറെ സർവീസസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സീരീസിൽ കുറേ സർവീസസ് ഉണ്ട്. ഇതിൽ ഏതിന് വേണമെങ്കിലും നമുക്ക് സർവീസസ് ഉള്ള ആൾക്കാർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ സർവീസസ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ സർവീസസ് കൊടുത്തതിന് ശേഷം ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അവർക്ക് തീർച്ചയായിട്ടും പിന്നെ ക്ലയൻസ്, നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉള്ളതുകൊണ്ട് ആ ക്ലയൻസിന് ആവശ്യം വരുന്നതനുസരിച്ച്
ചില ഇതൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം 6 മാസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. കിട്ടുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില ഏരിയാസിൽ നമുക്ക് ചില ടാർഗറ്റഡ് ആയിട്ട് എക്സ്പെർട്സ് ഉണ്ട്, ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു എത്തിക്കൽ കംപ്ലയൻസസ്, അതിന് എത്തിക്കൽ സ്റ്റാൻഡേർഡ്, ബെസ്റ്റ് പ്രാക്ടീസസ്, റെഗുലേഷൻസ്, കംപ്ലയൻസസ്, ആൻഡ് ഇൻവെസ്റ്റ് ഇൻ സെക്യൂർ കമ്മ്യൂണിക്കേഷൻസ്, യൂട്ടിലൈസ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. ഇതിലൊക്കെ നമുക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെങ്ങനെ നമുക്ക് ഡിസൈന്, നാവിഗേഷൻ എങ്ങനെ പറ്റും, അതിൻ്റെ ഇൻഫർമേഷൻ എങ്ങനെ ഫ്ലോ വരും, ഇതൊക്കെയാണ് നമ്മൾ അതിനൊക്കെ ഓരോരോ എക്സ്പേർട്ടാണ്. അപ്പം ഇത് എല്ലാം അറിയത്തില്ല എന്ന് വിചാരിച്ച് ആരും പ്രൊഫഷണൽസും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാവുന്ന മേഖല അവർ ചെയ്യുന്നു, അവരത് വെറ്റ് ചെയ്യേണ്ടത് ചെയ്യുന്നു, തീർന്നു. അപ്പം ഒരു ക്ലയൻറ്റിന് ആ ഒറ്റ സർവീസ് പറ്റത്തില്ലായിരിക്കും. ചിലപ്പം 6, 7, 8 ഡിഫറെൻറ്റ് സർവീസ് ലോയേഴ്സിൻ്റെ, മീൻസ് പല സർവീസസ് കൊടുക്കുന്ന ലോയേഴ്സിൻ്റെ അടുത്തോ ഒക്കെ നമ്മൾ ഫോറിൻ അറ്റോർണിയുടെ അടുത്തോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമുക്ക്. കാരണം ഇപ്പം ലോകം അങ്ങ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് ആ രീതിയിലായിരിക്കും നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അപ്പം ഇൻഫർമേറ്റീവ് കോണ്ടൻറ്റ് നമ്മൾ കൊടുക്കും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഓതൻറ്റിക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള, പിന്നെ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള രീതി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഓപ്റ്റിമൈസ് ചെയ്ത രീതിയിലായിരിക്കും നമ്മളെല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലും എല്ലാം കൊടുക്കുക. ഇതൊരു കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇറ്റ്സ് എ കോർപ്പറേറ്റ്സ്. അപ്പോൾ ഇതിനകത്തെ ഈ സർവീസ് പേഴ്സൺസാണ് നമ്മൾ ലോയേഴ്സിനെ എൻഗേജ് ചെയ്യുന്നത്. അപ്പം അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ ലംഘനങ്ങളൊന്നുമില്ല. കൊടുക്കുന്നത് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി, പക്ഷേ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്നും ഏത് സർവീസാണോ ആവശ്യമുള്ള ആ സർവീസ് ആ പർട്ടിക്കുലർ ലോയേഴ്സിനെ പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നമ്മളുടെ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്സ് ആയിരിക്കും. അവർ ലോയർ എക്സ്പേർട്ട് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ലോ അറിയാം, പക്ഷേ അവർ ഈ അഡ്വക്കസി കൊടുക്കുന്നുണ്ടാവില്ല, അപ്രോപ്രിയേറ്റ് ആൾക്കാർ. പിന്നെ നമുക്ക് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക്ഡിനിലും ട്വിറ്ററിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ നമ്മൾ കണ്ടെത്തുക, ഇങ്ങനെയൊരു പബ്ലിക് റിലേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതൊരു കോർപ്പറേറ്റ് സർവീസ് പ്രൊവൈഡിംഗ് ആണ്. ഇതിൻ്റെ ഈ സിമിലറായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ഒരുപാട് കോർപ്പറേറ്റ് ഫേംസ് ഉണ്ട്. ഓക്കെ.